ഹലോ ഗൈസ്, അങ്ങനെ നമ്മളെ ഗാരേജിൽ നിന്നൊരു പുതിയൊരു വണ്ടി ആഡ് ആകാൻ പോവുകയാണ്. പുതിയതെന്ന് വെച്ചാൽ ഇച്ചിരി പഴയ വണ്ടിയാണ്. 1982 മോഡൽ ചേതക്കാണ്. വണ്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളും മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. 2 years ബാക്കുള്ള ഫോട്ടോസാണ്. അപ്പോൾ ഗാരേജിലൊരു 2 വർഷമായിട്ട് അവിടെ കിടക്കുവാണെന്നാണ് പറഞ്ഞത്. എന്താ അവസ്ഥയൊന്നും അറിയില്ല. ഗാരേജിൽ വന്നു കഴിഞ്ഞു. ഇവിടെയാണ് ആ കാടും പിടിച്ച് ഒരു അവസ്ഥയിലാണ് വണ്ടി കിടക്കുന്നത്. എന്താണ് സ്റ്റാർട്ടാവോ, ഫുൾ റസ്റ്റാണോ, ഒരു ഐഡിയ ഇല്ല. നൈസിന് അവിടെ നിന്ന് കാട്ടിൻ്റെ ഇടയിൽ നിർത്ത് പുറത്തോട്ട് എടുക്കുമോ അത്രയും നോക്കിയോളൂ. അപ്പോൾ ഈ സ്റ്റാൻഡൊക്കെ ചരിച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അടക്കണ തറയിൽ സ്റ്റാൻഡ് പോയി. അങ്ങനെ വണ്ടി അടിച്ചു നോക്കി, 2-3 അടി അടിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. പിന്നെ അങ്ങോട്ട് വണ്ടി സ്റ്റാർട്ടാവില്ല. അതിൻ്റെ എന്തോ പോയിൻറ്റോ അങ്ങനെ എന്തോ സാധനമാണ്. ഞങ്ങൾക്ക് പുതിയതാണ് ഈ വണ്ടിയെ പറ്റിയൊക്കെ, വലിയ അറിവൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാമ്പി ഉണ്ട്, KB100 ഉണ്ട്. ഇതൊക്കെ ഇവിടെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന വണ്ടികളാണ്. പിന്നെ SD ചേതക്ക് അങ്ങനത്തെ ഒരു KB100 വേറെ ഒരെണ്ണം ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് വണ്ടിയുടെ 1-2 സാധനങ്ങൾ വാങ്ങിച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ കൊല്ലത്തോട്ട് പോകണം. അവിടെ അത്യാവശ്യം സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് മഞ്ജു. 3 വീൽ 2 വീൽ അത്യാവശ്യം സാധനങ്ങളെല്ലാം കിട്ടും. നമ്മൾ വാങ്ങിച്ചത് മറ്റേ പ്ലാറ്റിനം പോയിൻ്റ് വാങ്ങിച്ചിട്ടുണ്ട്, സ്പാർക്ക് പ്ലഗ് വാങ്ങിച്ചു, പിന്നെ പ്ലഗ് വയർ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് തിരിച്ചറിഞ്ഞ സമയത്ത് നേരെ കുറച്ച് ദൂരം വന്നപ്പം ആക്സിലേറ്റർ കേബിളങ്ങ് പൊട്ടി. അങ്ങനെ അത് കാണിക്കുമ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ പോയ സമയത്ത് പുള്ളിക്കാരൻ പറയുവാണ് പോയി വാങ്ങിച്ചുകൊണ്ട് പോകാം. തൊട്ടടുത്ത പുള്ളിക്കാരന് വാങ്ങിച്ചുകൊണ്ടിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നില്ല. പിന്നെ അതിൻ്റെ വാശി ഞങ്ങൾ എന്തായാലും ആക്സിലേറ്റർ കേബിൾ കെട്ടി വലിച്ച് നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് ഞങ്ങൾ തന്നെ മാറി. വെറുതെ എന്തിനാണ് പുറത്ത് പൈസ കൊടുക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നല്ല സ്പീഡിൽ ഞങ്ങൾ അവിടെ പോയി സാധനം കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണ് ഇന്ന് ആളില്ല, ആൾ കുറവാണ്, ഷോർട്ടാണ്, പോയിട്ട് നാളെ വന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. നാളെ എന്താ അവസ്ഥയെന്ന്.